ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ബാത്റൂമിനകത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഏത് പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ CPVC പൈപ്പാണോ അല്ലെങ്കിൽ സാധാ PVC പൈപ്പാണോ കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് കുളിക്കുന്ന ഏരിയ ഫസ്റ്റ് വന്നു. അതിനുശേഷം സെൻട്രലായിട്ട് ആ സൈഡിലേക്കായിട്ട് നമുക്ക് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ വന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന PVC പൈപ്പുകൾക്ക് പകരം നമ്മളിവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് CPVC പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഐവറി കളർ കണ്ടോ, ഈ പൈപ്പാണ് CPVC പൈപ്പ്. CPVC എന്ന് വെച്ചാൽ ഹോട്ട് വാട്ടറിന് ഉപയോഗിക്കുന്ന പൈപ്പാണ്. അതായത് ചൂടുവെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പാണ് നമ്മളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന കാരണങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഡൈവേർട്ടർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം ഡൈവേർട്ടർ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു. ആ ഡൈവേർട്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡൈവേർട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെള്ളം ഇല്ലെങ്കിൽ, അതായത് ചൂടുവെള്ളം പൈപ്പുവെള്ളം പച്ചവെള്ളം ഇല്ലെങ്കിൽ ഏത് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ വാൽവ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ സ്ഥലങ്ങളിലേക്ക് റിട്ടേൺ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഓൾറെഡി കണക്ട് ചെയ്തില്ല എന്ന് വിചാരിക്കാം, പച്ചവെള്ളം ടാങ്കിലെ വെള്ളം തീർന്നു പോയി, അപ്പോൾ ചൂടുവെള്ളം മാത്രമാണ് ഓൾറെഡി അവിടെ ഉള്ളത് എങ്കിൽ ചൂടുവെള്ളം നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ റിട്ടേൺ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിന് കൊടുത്തിരിക്കുന്ന പൈപ്പ് എല്ലാം തന്നെ കണ്ട, ഇത് നമ്മൾ CPVC പൈപ്പാണ് ഈ കാണിക്കുന്നത്. ഈ പൈപ്പ് ഇത്രയും ഹൈ ക്വാളിറ്റി പൈപ്പാണ്, ഇത്രയും കനം വരുന്നുണ്ട്. SDR11 എന്ന് പറയുന്ന പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പ് ഇത് തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡൈവേർട്ടർ റിട്ടേൺ കയറി വരുമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് പച്ചവെള്ളം ഇല്ല, അപ്പോൾ ചൂടുവെള്ളമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് വാൽവ് ഓൺ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ കയറി വന്ന് നമ്മൾ പച്ചവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ PVC പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. PVC പൈപ്പിലേക്ക് ഈ ചൂടുവെള്ളം കയറാനും ആ പൈപ്പുകളെല്ലാം തന്നെ ഉരുകി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ബാത്റൂമിൻ്റെ അകത്തായതുകൊണ്ട് പിന്നീട് അതെല്ലാം ഉരുകി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈല് പൊളിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അത്രയും ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൈ സേഫ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് CPVC പൈപ്പ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ആ പൈപ്പിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതെല്ലാം തന്നെ CPVC പൈപ്പാണ്. CPVCയുടെ തന്നെ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. CPVCയുടെ തന്നെ അതായത് ചൂടുവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ഇതെല്ലാം തന്നെ. അതായത് SDR11 എന്ന് പറയുന്ന പൈപ്പാണ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു. SDR11 എന്ന് പറയുന്ന പൈപ്പ് നമുക്ക് സാധാരണ യൂസ് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ 3/4 ഇഞ്ച് പൈപ്പുകളാണ്. അതായത് കറക്റ്റായിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 3/4 ഇഞ്ച് പൈപ്പ് CPVC. പല കമ്പനികൾ അവൈലബിൾ ആണ്. സുപ്രീമിൻ്റെ ഉണ്ട്, ആസ്ട്രലിൻ്റെ ഉണ്ട്, ഫിനോലെക്സിൻ്റെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ ഉണ്ട്. എല്ലാ കമ്പനികളും ഇപ്പോൾ തന്നെ CPVC പൈപ്പ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ PVC ചെയ്യുന്ന ബാത്റൂം പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് CPVC പൈപ്പ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അപ്പോൾ പച്ചവെള്ളം നമ്മൾ പുറത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് CPVCയും PVC നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അതിന് വേറെ ഫിറ്റിങ്സ് കാര്യങ്ങളുണ്ട്. MTA ഉണ്ട്. ഇതിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ പൈപ്പ് SDR11. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സുപ്രീമിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുപ്രീമിൻ്റെ ലൈഫ് ലൈൻ എന്ന് പറയുന്ന പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അത് 20 അതായത് കറക്റ്റായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ക്ലാസ് 1 SDR11, ഇതാണ് അതിൻ്റെ കറക്റ്റ് ഗ്രേഡ് വരുന്നത്. SDR11 എന്ന് പറയുന്ന പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ CPVC പൈപ്പ് എന്തുകൊണ്ട് ബാത്റൂമിൻ്റെ മൊത്തം പ്ലംബിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.